ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ക്രോഷ്യ ഹാർട്ട് ഉണ്ടാക്കിയാലോ. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പം ഞാൻ റെഡ് കളർ യാണാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു മാജിക് റിങ് ചെയ്യാം. അപ്പോൾ ഇതായി മാജിക് റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അതിൽ നോക്കി നിങ്ങൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചസിൻ്റെയും മാജിക് റിങ്ങിൻ്റെ ഒക്കെ പേര് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ അതിലും നോക്കി ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിത് പുള്ള ചെയ്തപ്പോൾ ജസ്റ്റ് ഹുക്കൊന്നും പുറത്തേക്ക് വന്നു. ഞാൻ കുറച്ച് ഭയങ്കര എനർജിയിൽ പുള്ള ചെയ്തതാണ്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ചെയിൻ 3 ചെയ്യണം. ചെയിൻ 3 യാൺ ഓവർ പിന്നെ ആ ലൂപ്പിൽ കൂടി പുള്ള ചെയ്യുക, അതാണ് ചെയിൻ. അപ്പം ചെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ട്രബിൾ ക്രോഷാണ് ചെയ്യുന്നത്. അതായത് ഹുക്കിലേക്ക് നമ്മൾ 2 തവണ ഇങ്ങനെ ചുറ്റിയതിന് ശേഷം മാജിക് റിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു യാണ് പുള്ളാവുക. പുള്ള ചെയ്തതിന് ശേഷം 2 ലൂപ്സിലാക്കി യാണ് ഇതുപോലെ എടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ ലൂപ്സിലും കൂടി കംപ്ലീറ്റ് ആയി എടുത്തതിന് ശേഷം ഒരു ലൂപ്പ് മാത്രമേ ബാക്കി ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി 2 ലൂപ്സിലായിട്ട് പുള്ള ചെയ്യാം. അപ്പോൾ ഇതിനാണ് ട്രബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അത് 2 തവണ ചുറ്റിയെടുക്കുന്നതിനാണ് ട്രബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെയാണ്. നമുക്കിനി ടോട്ടൽ വേണ്ടത് 3 എണ്ണമാണ്. അപ്പോൾ ഇനി ഒന്നും കൂടി നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം ഇതുപോലെ 2 ലൂപ്സിലേക്ക് കൂടി വലിച്ച് അങ്ങനെ 3 എണ്ണമായി. ഇതുപോലെയാണ് ട്രബിൾ ക്രോഷ്യ കാണാനിരിക്കൽ കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ക്യാമറ ഒന്ന് തിരിച്ചു പിടിച്ചായിരുന്നു കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അടുത്ത നമുക്ക് ചെയ്യേണ്ടത് ഡബിൾ ക്രോഷ്യ ആണ്. അപ്പോൾ നമ്മൾ ട്രബിൾ ക്രോഷ്യ ചെയ്തപ്പോൾ 2 തവണ ചുറ്റി. പക്ഷേ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് 1 തവണ മാത്രമേ ചുറ്റുള്ളൂ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതുപോലെയാണ് ഇരിക്കുക. 1 തവണ ചുറ്റുക, മാജിക് റിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ലൂപ്സിലായി ഇങ്ങനെ പുള്ള ചെയ്യുക. അതായത് ഇതുപോലെ എന്താ പറയുക, 1 തവണ മാത്രമേ നമ്മൾ ചുറ്റുള്ളൂ. എന്നിട്ട് മാജിക് റിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ എടുക്കുക. അതിന് ശേഷം 2 ലൂപ്സിലായി വലിക്കുക. അത് 2 തവണ 2 ലൂപ്സിൽ വലിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമുക്കിനി ടോട്ടൽ 4 എണ്ണമാണ് വേണ്ടത്. 4 എണ്ണം ചെയ്തതിന് ശേഷം അതായത് ചെയിൻ 2 ചെയ്യുക. ചെയിൻ 2 ചെയ്തതിന് ശേഷം നമ്മൾ ഡബിൾ ക്രോഷ്യ ഇപ്പോൾ ചെയ്തില്ലേ, അതേ ഡബിൾ ക്രോഷ്യ തന്നെയാണ് നമ്മൾ ഇനിയും ചെയ്യേണ്ടത്. അത് നമ്മൾ ടോട്ടൽ 4 എണ്ണമാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ സ്റ്റെപ്പ് നമ്മൾ ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ ചെയ്ത സ്റ്റെപ്പിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയും പിന്നാണ് ഡബിൾ ക്രോഷ്യ ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ആദ്യം ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം പിന്നെയാണ് ട്രബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഈ ട്രബിൾ ഹാഫ് ഡബിൾ എന്നൊക്കെ പറഞ്ഞ ഫുൾ കൺഫ്യൂഷൻ ആവാണ് ഗൈസ്. അതാണ് ഞാൻ ഡബിൾ പറയുന്നിടത്ത് ഹാഫ് ഡബിൾ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ആവാണ്. അപ്പം ഇനി നമ്മൾ ട്രബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതും 3 എണ്ണമാണ് ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷ്യ 4 എണ്ണം, ട്രബിൾ ക്രോഷ്യ 3 എണ്ണമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 ട്രബിൾ ക്രോഷ്യ ചെയ്യേണ്ടത് 3ാമത്തെ ട്രബിൾ ക്രോഷ്യയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ്, ഹാർട്ടാണ്. നല്ല അടിപൊളി ഹാർട്ടാണ്. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്തതിന് ശേഷം സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ടിൽ നമ്മൾ യാൺ ഓവറൊന്നും ചെയ്യേണ്ട. നമ്മൾ നേരെ മാജിക് റിങ്ങിലേക്ക് പോവുക. എന്നിട്ട് ഞാൻ കണ്ണും കൂടി കാണിച്ചിട്ട് നേരെ മാജിക് റിങ്ങിലേക്ക് പോവുക. എന്നിട്ട് യാൺ എടുക്കുക. എന്നിട്ട് അതേ യാൺ തന്നെ ലൂപ്പിലേക്ക് കൂടി പുള്ള ചെയ്യുക. അതായത് വേറെ യാൺ എടുക്കണമെന്നില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ മാജിക് റിങ് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയൊരു യാൺ ഉണ്ടായിരുന്നില്ലേ ബാക്കി, അത് നമ്മൾ പുള്ള ചെയ്യണം. ഇപ്പം നമ്മൾ ഹുക്കിലുള്ള ആ യാണുണ്ടല്ലോ, ആ വലിയ യാണ്, റോളിൽ നിന്ന് വരുന്നതാണ്. ആ യാണ് നമ്മൾ പിടിച്ച് വലിച്ചാൽ നല്ല പണി കിട്ടും. പണി കിട്ടുന്നല്ല, ഇത് ക്ലോസ് ആവില്ല. ഹാർട്ടിൻ്റെ റിങ് ക്ലോസ് ആവില്ല. പിന്നെ ഹുക്കിലത്തെ ആ ഒരു ലൂപ്പ് ഭയങ്കര ടൈറ്റ് ആവും. പിന്നെ ഞാൻ സ്ലിപ്പ് നോട്ട് ഓൾറെഡി ഇട്ടതാണല്ലോ, അത് മറിഞ്ഞ് ഞാൻ ഒന്നും കൂടി സ്ലിപ്പ് നോട്ട് ഇട്ടതാണ്. അപ്പോൾ നമ്മൾ ഹാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ച് ലെങ്ത്തിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് പുള്ള ചെയ്യാം. അങ്ങനെ ഗൈസ്, നമ്മുടെ ഹാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഭാഗത്ത് നമുക്ക്, അതായത് ഒരു ഭാഗം മാജിക് റിങ്ങിൻ്റെ യാണാണ്, മറ്റേത് നമ്മളിപ്പോൾ കട്ട് ചെയ്തതാണ്. അതൊക്കെ രണ്ടും കൂട്ടി നമ്മൾ നല്ല രീതിയിൽ കട്ടി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാജിക് നീഡിൽസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്കൊക്കെ ആക്കി സെക്യൂർ ചെയ്ത് വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തിട്ട് നല്ല കുറേ തവണ ടൈ ചെയ്തിട്ട് സേഫ് ആക്കി വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ടൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. ഈ ബാക്കിയുള്ള ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം എന്താ പറയുക, കെട്ടുണ്ടല്ലോ, ആ കെട്ട് കുറച്ച് കാണാത്ത രീതിയിലൊക്കെ ആക്കുകയാണ് ഞാൻ.
അപ്പം നമ്മൾ ഹാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ഞാൻ തിരിച്ച് വെച്ചാണല്ലോ ക്യാമറ, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതിന് നല്ല ഫോട്ടോ ഞാൻ ലാസ്റ്റ് കാണിക്കാം. അത് നേരെ ഫോൺ വെച്ചിട്ട് നല്ല ഫോട്ടോ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. ഇനി എന്ത് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ.